സൂക്ഷ്മദർശിനി ഇന്നലെയാണ് ഞാൻ പടം കണ്ടത്. നൈസ് പടമാണ് എന്തായാലും. അപ്പം നമുക്ക് ഒരാളോട് ചെന്നിട്ട് ധൈര്യമായിട്ട് പോയി കണ്ടോളാൻ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. 2 മണിക്കൂർ 23 മിനിറ്റ് അങ്ങോട്ട് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റിംഗ് വൈസ് എല്ലാവരും നന്നായിട്ടുണ്ട്. അടിപൊളി കാസ്റ്റിംഗ് ആണ്, എല്ലാവരും നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ മാത്രമായിട്ട് എടുത്ത് പറയാനില്ല, പക്ഷേ എന്നിരുന്നാലും ഒരാളെ ഞാൻ പറയുന്നതിൽ പടം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഇത്തിരി ലാഗ്, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്, കോമഡി പടമല്ല. പക്ഷേ മിസ്റ്ററി ത്രില്ലർ ആളുടേതായ രീതിയിൽ കോമഡി ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കോമഡി അത്ര കോമഡികൾ, ചെറിയ ചെറിയ കോമഡികളൊക്കെ ഉണ്ട്. ചെറിയ ഒരു നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, എന്തോ ഒരു നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു സംശയമായിട്ട് കാണുന്ന ഒരു പടം നമുക്കും കാണുന്ന. അതേപോലെ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പടം കൊണ്ടുപോകുന്നത്. നസ്രിയയുടെ ക്യാരക്ടറും ബാക്കിയുള്ള എല്ലാവരും ആ ഒരു ഇതിലൂടെയാണ് പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ കുറിച്ച് അറിയില്ല, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർവെല് വരെ അങ്ങനെയാണ് പോണത്. ഒരു ക്ലൂവും തരാണ്ട്, ഒരു വെല്ലും തരാണ്ട്, അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോവാണ്. എന്നാൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്നാൽ എന്തൊക്കെയോ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പോണത്. അതിലൊരു 10 മിനിറ്റ് ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻ്റർവെല് അടിപൊളിയാണ്. ഇൻ്റർവെല്ലിന് ശേഷമാണ് പടം മാറുന്നത്. ഇൻ്റർവെല്ലിന് ശേഷം പടം സെറ്റാണ്. ഇൻ്റർവെല്ലാകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു സീനാവും, ഈ സീനാണ് ഇൻ്റർവെല്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇൻ്റർവെല്ല് വന്നത്. പക്ഷേ ഇൻ്റർവെല്ല് ഞാൻ വിചാരിച്ചതിനായിട്ട് നന്നായിട്ട് ഇൻ്റർവെല്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ പശ്ചാത്തലത്തിൽ കുറേ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സീനുകൾക്കൊക്കെ. അത് കുഴപ്പമില്ല, ബെറ്ററാണ്. അത്ര എക്സ്ട്രീം ലെവലൊന്നല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട്, ഒരു ഷോട്ടുണ്ട്. മൂക്കുത്തി പോയിട്ട് മൂക്കുത്തി എടുക്കുന്ന ഒരു സാധനമുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എക്സിക്യൂട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പടം ഭയങ്കര എൻഗേജിങ് ആണ്. നിങ്ങൾ ഇരുന്ന് കാണും, നിങ്ങൾ എന്തായാലും കണ്ണെടുക്കാണ്ടിരുന്ന് കാണും. ഭയങ്കര എൻ്റർടൈനറായിട്ട് ഇരുന്ന് ഇങ്ങനെ പോകും. ഇൻ്റർവെല്ലിന് ശേഷമാണ് കോമഡി എനിക്ക് എല്ലാം വർക്കൗട്ട് ആയിട്ടില്ല. ബേസിലും സിദ്ധാർത്ഥമായിട്ടുള്ള കോമ്പിനേഷൻ, അവർ തമ്മിലുള്ള കോമഡിയാണ് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്. അതിൽ 2 പേരും പീക്ക് ലെവലിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ബേസിലായാലും ശരി, സിദ്ധാർത്ഥായാലും ശരി. പക്ഷെ എനിക്ക് സിദ്ധാർത്ഥിനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബേസിലിനെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് സിദ്ധാർത്ഥിനാണ് കൂടുതൽ താല്പര്യം. ഭയങ്കര ഗംഭീര നടനായുള്ളത്. ആള് യൂസ് ചെയ്യേണ്ട പോലെ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആള് ചിലപ്പോൾ ആളുടേതായ രീതിയിലുള്ള ക്യാരക്ടറുകൾ എടുക്കാണ്ടിരിക്കാനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം 2 ടെസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ വിചാരിക്കുന്ന ടെസ്റ്റ് അല്ല ഫസ്റ്റ് ടെസ്റ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള മലയാള സിനിമയിലുള്ള അതേ സെയിം സാധനമൊക്കെയാണ്. അത് ഞാൻ പറയണമെന്നില്ല. ഫസ്റ്റ് ടെസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ ഒരാളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അയാളെയും കൂടി കൊണ്ടുപോയിട്ട്, അത് ഞാൻ പറയുന്നില്ല, സ്പോയിലറാവും. അത് ഭയങ്കര മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ തുടക്കത്തിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊട്ടാണ് ഉദ്ദേശിക്കണത്, എന്തൊട്ടാണ് ചെയ്യണത് എന്നൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അതിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പോട് കൂടിയിട്ടാണ് നസ്രിയയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റേഞ്ചായി വരാന്ന് വെച്ചാൽ വരെ അങ്ങനെ ഒന്നും പ്രവർത്തിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പരിപാടികളുണ്ട് നസ്രിയയുടെ. ചെറിയ സാധനങ്ങളാണ്, പക്ഷെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിൽ ഒരു ഡയലോഗും കൂടി നസ്രിയയുടെ പൊളിസാണത്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇൻ്റർവെല്ലിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും 100% ഇഷ്ടമാവും. വിവരിച്ച് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വിവരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ കിട്ടും. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് പോയി കണ്ടോ, നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് കോമഡി ഒരൊറ്റ സീൻ മാത്രമാണ് എനിക്ക് വർക്കൗട്ട് ആയിട്ട്. ബാക്കിയുള്ള ചില കോമഡികൾ നമുക്കറിയാം എന്താണ് പറയാൻ പോകണമെന്ന് നമുക്കറിയാൻ പറ്റും. ചില കോമഡികൾ എനിക്കെന്തോ ഞങ്ങൾക്ക് കോമഡികൾ പെട്ടെന്ന് വർക്കൗട്ട് ആവില്ല, കുറച്ച് സമയം എടുക്കും. ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് ചിരിച്ചിടുന്നു. അപ്പോൾ നിങ്ങളിതൊരു കോമഡി പടമാണെന്ന് വെച്ചിട്ട് പോയി കാണരുത്. മിസ്റ്ററി ത്രില്ലർ കോമഡി ആഡ് ചെയ്തിട്ട് ആളൊരു വിഷലിൻ്റെ ഒരു പടം ഇറക്കിയിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ച് കണ്ടാൽ മതി. ഡയറക്ടറിന് എടുത്ത് പറയണം, കാരണം അന്യായ സ്ക്രിപ്റ്റാണ്. നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി ഒക്കെ നോർമലാണ്, അത്ര ഹെവി സിനിമോട്ടോഗ്രാഫി എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല.
കാരണം ഇതൊരു 3-4 വീട് ചുറ്റിപ്പറ്റി ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതിലിപ്പോൾ അത്രയും സിനിമാറ്റോഗ്രാഫി ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നൈറ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ മേക്കിങ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള പടമാണ്. പക്ഷെ ഭയങ്കര എക്സ്ട്രീം അല്ലെങ്കിൽ എടുത്ത് പറയാൻ മാത്രമുള്ള ക്വാളിറ്റി ഒന്നുമില്ല ഈ പടത്തിന്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർക്കും ഒരു കയ്യടി കൊടുക്കണം. കാരണം നന്നായി ചെയ്തിട്ടുണ്ട് ആള്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വരേക്കും എല്ലാവർക്കും ബൈ.